ഹലോ ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണേ. നമ്മൾ ഇന്നലെ ഒരു പാൽഗാം ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിൻ്റെ മുമ്പിലുള്ളതാ ഈ കാണുന്നതാണ് നമ്മൾ താമസിച്ച സ്ഥലം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു ഒരു റൂമിലാണ് നമ്മൾ താമസിച്ചത്. ഏകദേശം അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു, 10-15ഓളം റൂം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള റൂമിൻ്റെ വീഡിയോ ഇവൾ കാണിച്ചു തരും. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നിപ്പം രണ്ടാമത്തെ ദിവസം അതെ, നമ്മളിപ്പം പോകാൻ ഉദ്ദേശിക്കുന്നത് സോൻമാർഗിലേക്കാണ്. അപ്പോൾ ഏകദേശം രാവിലെ സമയം 8 മണി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ സോൻമാർഗിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻട്രോയിലൂടെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഹോട്ടൽ എന്ന് പറയുന്നത് ഡാൽ ലേക്കിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലായത്. ഇവിടെ രാവിലെ ഭയങ്കര ഇപ്പം മൈനസ് ടെമ്പറേച്ചറാണ് ഉള്ളത് കാലാവസ്ഥ. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. കാരണം ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ പുല്ലിൻ്റെ മുകളിലൊക്കെ ഫ്രീസായിട്ടുണ്ട്. ഒരുപാട് കഴിഞ്ഞ ദിവസം ഐസ് വീണതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പം കിടക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ മുകളിലൊക്കെ ഇതാ നമ്മൾ പിറകിൽ നിൽക്കുന്നില്ലേ, ഈ വണ്ടിയുടെ മുകളിലൊക്കെ കണ്ട ഫുള്ള് വൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ശരിയായ രീതിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടൽ ആണ് ഇത്. ഹോട്ടലല്ല, ഇതൊരു വീടാണ്. അപ്പോൾ അവരൊരു താഴെ മുകളിലൊക്കെ റൂം എടുത്തിട്ട് അങ്ങനെ ഒരു ചെയ്യുന്നൊരു സംഭവമാണ് ഇത്. അടിപൊളി റൂം വരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. ഏകദേശം പോകാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല കിട്ടുന്ന റൂമായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ വിൻഡോ ആയതുകൊണ്ടൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായില്ല, നല്ല കിടന്ന റൂം. നമ്മുടെ ചേട്ടായി ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒന്നും പറയാനില്ല, റൂമിനെ പറ്റി ഒന്നും പറയാനില്ല. റൂം നല്ല അടിപൊളി റൂമല്ലേ, വിചാരിച്ച എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം വീഡിയോയിലോ നല്ല റൂം കിട്ടുമോ എന്ന് ചോദിച്ചു. പക്ഷെ നല്ല കിടന്ന റൂമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ബ്ലാങ്കറ്റ് കാണിച്ചു കൊടുക്കും. കരണ്ടിൻ്റെ ബ്ലാങ്കറ്റ്, ഇലക്ട്രിക് അതെ ബ്ലാങ്കറ്റ്. ഇത് ഒരുപാട് ലെയറിൽ ഇതാക്കിയിട്ടുണ്ടേ. ഇത് കണ്ടോ, ഇലക്ട്രിക് ബ്ലാങ്കറ്റ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്കറിയാം. പക്ഷെ കറണ്ട് കണക്ഷൻ ആയതാ ഇതിനകത്ത് കിടക്കുന്നത്. കറണ്ട് കണക്ഷൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നാമത് റൂമിൻ്റെ അതൊന്നും ഹീറ്റർ വെക്കാൻ പാടില്ല പോലും. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇവിടെ ശ്രീനഗറിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഹീറ്റർ ഓൺ ആക്കിയിട്ട് ഒരു ഫാമിലി ഫുള്ളായിട്ട് പിന്നെ ഡെത്തായി പോയിട്ട് അല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെ വീടൊന്നും അങ്ങനെ ഹീറ്റർ എല്ലാം ഇല്ല. അതുകൊണ്ട് പക്ഷെ ഇന്നലെ നമുക്ക് വന്നപ്പാട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഭയങ്കര തണുപ്പിൻ്റെ അകത്ത് വന്നുകൊണ്ട് തന്നെ ഇതൊന്നും ഒറ്റപ്പൊടി എന്താ പറയാ അല്ലേ, ഏശുന്നുണ്ടായില്ല. കാലൊക്കെ മൊത്തത്തിൽ മരവിച്ചിട്ടുണ്ടായേ. ഇവിടെ അതിൻ്റെ അകത്ത് വെച്ച് കുറച്ച് സമയം ചൂടാക്കി അല്ലേ, പിന്നെ വേർക്കാൻ തുടങ്ങിയല്ലേ. നമ്മൾ നൈറ്റ് എണീച്ച് ഓഫാക്കിയത്. ഭയങ്കര ചൂട്, കംപ്ലൈൻറ്റ് ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓഫാക്കിയിട്ട് വീണ്ടും കിടന്ന് എന്നിട്ട് കുറച്ച് സമയം തണുക്കുമ്പോൾ വീണ്ടും ഓണാക്കി. രാത്രി എണീച്ചിട്ട് രണ്ടാമത് ഓണാക്കിന്. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. നല്ല ബാത്റൂം കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം. ആ ബാത്റൂം നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉള്ള, ചൂടുകളുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളി റൂം, നല്ല റൂം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുറത്ത് ഏതായാലും നമ്മളിപ്പം സോൻമാർഗിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാന്ന്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ഡാൽ ലേക്കിന് തൊട്ട് സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലുള്ളത്. അതെ, പുറത്ത് ഫ്രീസ് ആയിട്ടല്ലേ ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് എന്തൊക്കെയാ ഉള്ളത് കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കൂടി കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശം. നമ്മൾ ഇതിനു മുമ്പിൽ ഡാലിലേക്ക് പോയതാ കേട്ടോ. നമ്മളൊരു ജൂലൈ അല്ലേ, ഓഗസ്റ്റിൽ നമ്മൾ ഡാലിലേക്ക് പോയതാ. അപ്പോൾ 5 മാസം മുമ്പ് നമ്മൾ പോയതാണ്. അപ്പോൾ ഇപ്പം എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം അല്ലേ. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാ കണ്ടില്ലേ, ഈ പുല്ലിൻ്റെ മുകളിലൊക്കെ വൈറ്റ് ആയിട്ട് കാണുന്നില്ലേ. ഇത് മൊത്തം കളർ ഉണങ്ങിയ പുല്ലാണ്. ഇത് വൈറ്റായി പോയതാ കേട്ടോ, തണുത്തിട്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം വേണം ഐസിൻ്റെ അവശിഷ്ടങ്ങളാണ്. അത് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഇത് ടാങ്കിയുടെ ഒക്കെ മുകളിൽ കണ്ടില്ല, ഫുള്ള് വൈറ്റാ. ഇതാണ്ടോ ഇത് മൊത്തം ഐസാ, ഇത് ഫുൾ ഐസ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മുകളിലൊക്കെ ഐസാണ് ഉള്ളത് കംപ്ലീറ്റ്. നമുക്ക് ഏതായാലും ഒന്ന് പുറത്തോട്ടേക്ക് പോയിട്ട് ഡാൽ ലേക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം അല്ലേ. അത് ഗേറ്റിൻ്റെ മുകളിൽ കണ്ടതാ,
ഗേറ്റിലെ ഹാൻഡിലിൽ വരെ ഫുൾ ഐസാ. ഇതാ നമ്മൾ ഡാലിലേക്ക് നേരെ പിറകു സൈഡിലുള്ളതേ. ഇവിടുത്തെ അവസ്ഥ നോക്കിയേ, കംപ്ലീറ്റ് പുല്ലുകളൊക്കെ ഉണ്ടല്ലേ, ഫുള്ള് വൈറ്റാ. നമ്മള് പിന്നെ എന്താ കഴിഞ്ഞ ഒരാഴ്ചക്കപ്പുറം നമ്മളൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, നമ്മളെ വീട്ടിൽ നിന്ന് ഫ്രീസ് ആക്കിയിട്ടുള്ളത് അല്ലേ, ചെറിയ പാത്രത്തില്. അപ്പോൾ കുറേ ആൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ. കാരണം ഇതാ ഒരു തടാകം തെച്ചും ഫ്രീസ് ആവാന്ന് പറയുന്നത് അത്രത്തോളം തണുപ്പുണ്ടെന്ന് ചിന്തിച്ചു നോക്കണം അല്ലേ. അതെ, അത്രക്കും തണുപ്പുണ്ട് ഇവിടെ. പക്ഷേ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് നമ്മൾ ഫ്രോഡ് ആയിട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച്, ഒരുപാട് ആൾക്കാരാണ് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചാണിത്. ഞാൻ ചിന്തിക്കില്ല അവരെല്ലാം ഒരു ഇത് നോക്കാം, അത്രത്തോന്ന് വെച്ചാൽ കാശ്മീരിൽ തണുപ്പ് വെച്ചാൽ അവർക്ക് അറിയാത്തോണ്ടായിരിക്കും ചിലപ്പോൾ അല്ലേ. അത് കാരണം ഇവിടെ ഇതുവരെ അവർ വന്ന് കണ്ടിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവര് തോന്നിയ പോലെ എന്തും പറയാലോ അല്ലേ. FB-ലൊക്കെ ഇട്ടപ്പോ എൻ്റെ അമ്മോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ പോലത്തെ ചെറിയ ആൾക്കാരായിരിക്കാം. അതെ, യുവാക്കളെ കൂടുതലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഏകദേശം ഇത് മനസ്സിലാക്കാൻ പറ്റും. കമന്റ് വന്നിട്ടായിരുന്നു, ഞാൻ ആകെ ഷോക്കായി പോയി. ഈ രാവിലെ തന്നെ ഈ ഡാൽ ലേക്കിന്റെ സൈഡിലുള്ള ഒരു വ്യൂ ഇല്ലേ, ഒരു സംഭവം തന്നെ കേട്ടോ. കാരണം എന്താ, ഓക്കെ ഓക്കെ, എന്താ ഇതിന്റെ മുകളിൽ മൊത്തം കണ്ടോ വൈറ്റ് ആയിരുന്നു. അതിന്റെ ഇടയിൽ ഒരു കച്ചവടക്കാരൻ വന്ന് നമ്മളോട് സോക്സ് വേണം ചോദിച്ചു. ഇതാ നിങ്ങൾക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട, അതാ വെള്ളം എന്താ ഫ്രീസ് ആയിട്ട് ഇതാ ഇങ്ങനെ ലെയർ ലെയറായി പോകുന്നതാണ്ടാ. ദാൽ ലേക്കിൻ്റെ ഇവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതാ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ല അടിപൊളി ഒരു വ്യൂ രാവിലെ തന്നെ. ഇപ്പൊ നമുക്ക് ഫ്രീസായ ഡൽ ലേക്കിൽ കുറച്ച് കല്ലിട്ട് നോക്കാം. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഏതായാലും നമുക്ക് കല്ലിട്ട് നോക്കാം എന്താണ് ഡാൽ ലേക്കിന്റെ സ്ഥിതി. ഇതാ കണ്ട, ചില്ലിന്റെ മുകളില് അല്ലേ കല്ലിടുന്ന മാതിരി. അത്രക്ക് കംപ്ലീറ്റ് ഇതാ വെള്ളം ഫ്രീസ് ആയിട്ടുള്ളത്. കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു കല്ലെടുത്തിട്ടാ, അത് പൊട്ടുന്നുണ്ടോ നോക്കുമല്ലോ. അത് പൊട്ടി കേട്ടോ. അതിൻ്റെ സൈഡിൽ ഫ്രീസ് ആവാത്ത കുറച്ച് സ്ഥലമുണ്ട് അങ്ങേ സൈഡിലോട്ടേക്ക്. അപ്പോൾ അതെ, ഇതിന് മുമ്പ് പോയ ആൾക്കാർ പൊട്ടിച്ചതായിരിക്കണം. അപ്പോൾ അതുവഴി ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. കാരണം അതുവഴി നല്ല വെള്ളം കാണാം. ഇതാ ഈ സൈഡിൽ ഫുള്ള് ഫ്രീസായി കിടക്കുന്നുണ്ട് കേട്ടോ. ആ സൂര്യൻ്റെ വെളിച്ചം അതിലേക്ക് തട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കിയാൽ ലെയറായിട്ട് തന്നെ കറക്റ്റ് കാണുന്നുണ്ട് അതിൽ. ഇവിടെ നിർത്തിയിട്ടൊരു വള്ളമുണ്ട്, ചെറിയ തോണി. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഒരാൾ പേര് എഴുതി കളിക്കുന്നുണ്ട്. ഇവിടുന്ന് പണ്ട് നമ്മൾ കടൽ തീരത്ത് പോയാല് പുഴിയിൽ, നനഞ്ഞ പുഴിയിൽ എപ്പോൾ എഴുതും അല്ലേ. ഞാൻ എൻ്റെ പേര് ഇവിടെ അടയാളപ്പെടുത്തുന്നു. ആയിക്കോട്ടെ. ഇത് പിന്നെ -डिग्री ആയതുകൊണ്ടാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. കാരണം എല്ലാ ദിവസവും ഇവിടെ മൈനസാണ്. ശ്രീനഗർ ഏരിയയിലൊക്കെ എല്ലാ ദിവസവും -डिग्री തന്നെയാണ് ഉള്ളത്. സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഗൈസ്. എന്താ കണ്ടേ, ഇത് പുറത്ത് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഒരു വെള്ളം ഫ്രീസ് ആയതായത് വേണ്ട. ഡാലേക്കിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇങ്ങനെ ഫ്രീസ് ആവല്ലോ. കാരണം 40 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായില്ല. കാരണം ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 വർഷത്തിന് ശേഷം ഉള്ള ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് ഡാൽ ലേക്കിൽ ഫ്രീസ് ആയത്. ചില്ലൈക്കലാണ്. അതെ, നമ്മൾ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജനുവരി ലാസ്റ്റിൽ വരെ ഈ ഒരു കാലാവസ്ഥയായിരിക്കും ഇവിടെ. അത് അയാൾ പൊട്ടിച്ച് അവിടുന്ന് ഒരാൾ തോണി എടുത്തോണ്ട് വരുന്നുണ്ട്. അയാളിപ്പം തോണി എടുത്തോണ്ട് വരും, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അയാൾ കണ്ടോ, ഇത് ഐസ് ഇങ്ങനെ പൊട്ടിച്ച്
തോണി ഇങ്ങനെ ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. പക്ഷേങ്കിൽ ഇവർക്ക് നല്ല കഷ്ടപ്പാടായിരിക്കും കേട്ടോ. കാരണം ഇതാ അയാൾ ഗ്ലൗസ് പോലും ഇട്ടില്ല. ഇവർക്ക് ശീലമായിരിക്കും, എന്നാലും അത് ഇത്ര കഷ്ടപ്പാടുണ്ട്. നമ്മളിപ്പോൾ അതെ, നമ്മളിവിടെ ഗ്ലൗസും മറ്റേ കാലിന് സോക്സ് ഇട്ടിട്ട് കൂടി നമുക്ക് നിൽക്കാനാവില്ല. എന്നാലും ചിന്തിച്ചേക്കണം. അത് തോണി ഇങ്ങനെ കുലുക്കി എടുത്തിട്ട് തുഴഞ്ഞ കൊണ്ടുപോകുന്നത്, അങ്ങനെ അത് പൊട്ടിക്കാൻ കഴിയുള്ളൂ അല്ലേ? അതെ അതെ. തോണി പോയ ഒരു വഴി നോക്കണം കംപ്ലീറ്റ്. ബാക്കിയുള്ള സ്ഥലം ഇപ്പോഴും ഫ്രീസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു പോയ സ്ഥലം കംപ്ലീറ്റ് അല്ലേ വെള്ളമായി മാറിയിട്ടുണ്ട്.